സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അസാധ്യമായി ഒന്നുമില്ല. പണ്ടുകാലം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണ്. സത്യമല്ലേ? മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്നത് പലതും നമുക്ക് സാധ്യമാക്കാനാകും. എങ്ങനെ? വിജയിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം, വ്യക്തമായ ലക്ഷ്യബോധം, എപ്പോഴും സ്ഥിരോത്സാഹം, കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സ്, പ്രതിസന്ധിയിൽ തളരാത്തൊരു മനസ്സ്, ഇതൊക്കെ ഉണ്ട് എങ്കിൽ അസാധ്യമായത് പലതും സാധ്യമാക്കാൻ നമുക്ക് കഴിയും. ഇതെല്ലാം എങ്ങനെ നേടാൻ കഴിയും? ഉറപ്പായും നിങ്ങൾക്ക് നേടാൻ കഴിയും നിരന്തര പരിശീലനത്തിലൂടെ. ഇത്തരം സ്വഭാവവിശേഷങ്ങളും ശീലങ്ങളും നിങ്ങളിൽ വളർത്തിയെടുക്കാൻ കഴിയും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തിയെടുത്താൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അങ്ങനെയാകട്ടെ. അസാധ്യമെന്ന് മറ്റു പലരും പറയുന്നത് അവരുടെ മുമ്പിൽ സാധ്യമാണ് എന്ന് തെളിയിച്ച് വിജയശില്പികളായി മാറുക. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു ടോപ്പിക്കിൻ്റെ PYQ ഡിസ്കഷനാണ്. ഇന്ന് പഠിച്ചു കഴിഞ്ഞ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പാർലമെൻറ്റാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങൾ ചേർന്നതാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? രാജ്യസഭ എന്ന അപ്പർ ഹൗസ്, ലോകസഭ എന്ന ലോവർ ഹൗസ്. ഇനി ഈ സഭകളിൽ ഒന്നും അംഗമല്ലെങ്കിലും പാർലമെൻറ്റിൻ്റെ ഇൻ്റഗ്രൽ പാർട്ട് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച രാഷ്ട്രപതി. ഇതെല്ലാം നമ്മൾ വിശദമായി പഠിച്ചു. അപ്പോൾ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതിയെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാം. നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചത്. അപ്പോൾ നമുക്ക് ശരിക്ക് 2 സഭകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഈ അടുത്ത കാലത്ത് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ, ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്, മോഡൽ ചോദ്യങ്ങളല്ല, PSC ചോദിച്ച ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളും ഒന്ന് വിശകലനം ചെയ്തു പോകാം. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. നമുക്ക് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ലോകസഭ ഒരു സ്ഥിരം സഭയാണ്. സാധൂകരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായത് കണ്ടെത്തുക തന്നെയാണ്. അങ്ങനെ ആ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. താഴെ പറയുന്നവ സാധൂകരിക്കുക അല്ലെങ്കിൽ ശരിയാണോ എന്ന് സമർത്ഥിക്കുക എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം ശരി പ്രസ്താവന തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നുന്നു. നമ്മൾ കീവേഡൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടാണല്ലോ ക്വസ്റ്റ്യൻ വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സാധൂകരിക്കുക, അതായത് ഇതുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട കാര്യങ്ങൾ പറയുക എന്നത് തന്നെയാണ്. അപ്പോൾ ശരിയായ കാര്യങ്ങൾ പറയുക തന്നെയാണ്, ശരി പ്രസ്താവന തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം അതൊക്കെ ഒന്ന് മനസ്സിലാക്കണേ. നോക്കൂ, ലോകസഭ ഒരു സ്ഥിരം സഭയാണ്. തെറ്റല്ലേ അത്? ആ പ്രസ്താവന തെറ്റല്ലേ? രാജ്യസഭയല്ലേ പെർമനൻ്റ് ഹൗസ് എന്ന് നമ്മൾ പഠിച്ചത്? ലോകസഭ ഓരോ 5 വർഷം കൂടുന്തോറും മാറിക്കൊണ്ടേയിരിക്കുന്നു. അതൊരു സ്ഥിരം സഭയേ അല്ല. അതൊരു ടെന്യൂറുണ്ട്, 5 വർഷം, 5 years അല്ലേ? ഓരോ 5 വർഷം കഴിയുമ്പോൾ നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ പോകുന്നു. വോട്ട് ചെയ്ത് പുതിയ ലോകസഭ നിലവിൽ വരികയാണ്. അപ്പോൾ അതൊരു സ്ഥിരം സഭയല്ല. അപ്പോൾ ഇത് നമുക്ക് സാധൂകരിക്കാവുന്ന പോയിൻ്റ് അല്ല, ശരിയാക്കാവുന്ന പോയിൻ്റ് അല്ല, തെറ്റാണ്. ബി, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്. FPTP എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്നാണ് ആ വാക്കിൻ്റെ എക്സ്പാൻഷൻ. അതെന്താണ് FPTP എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ 2 തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളാണുള്ളത്. ഡയറക്റ്റ് ഇലക്ഷനും ഇൻഡയറക്റ്റ് ഇലക്ഷനും, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും പരോക്ഷ തെരഞ്ഞെടുപ്പും. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ പരോക്ഷ തെരഞ്ഞെടുപ്പുകൾ വേറെയുണ്ട് ഇന്ത്യയിൽ. മറ്റ് ചില സ്ഥാനങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പ്, ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. എങ്ങനെ? പ്രസിഡൻറ്റ്,
വൈസ് പ്രസിഡന്റ്, രാജ്യസഭാ അംഗങ്ങൾ, ഇവരെയൊക്കെ നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതല്ല. അപ്പോൾ അതാദ്യം മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരിക. FPTP എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ആദ്യം ഓടി ഫിനിഷിംഗ് പോസ്റ്റിൽ എത്തുന്നയാൾ വിജയിക്കും. അത് ഏതാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നയാൾ വിജയിക്കും. അപ്പോൾ അത് ഏതിൽ വരുന്ന ഡയറക്റ്റ് ഇലക്ഷനിൽ വരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇലക്ഷനാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന് പറയാം. അതാണ് FPTP, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. ആദ്യമായിട്ട് ഫിനിഷിംഗ് പോസ്റ്റിലേക്ക് ഓടിയെത്തുന്ന ആൾ വിജയിക്കുന്ന സമ്പ്രദായം ഡയറക്റ്റ് ഇലക്ഷൻ്റെ ഭാഗമാണ്. അത് കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ്. അതാണ് ഇത്. പക്ഷേ ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചത്. അതെങ്ങനെയാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം എന്നല്ലേ പഠിച്ചത്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ബേസ്ഡ് ഓൺ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ്. അത് FPTP അല്ല. അപ്പോൾ ഇനി ഇത്രയും മനസ്സിലായെങ്കിൽ ഇനി നോക്കൂ, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്. ആണോ? കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തെ അനുസരിച്ചാണോ? അല്ല, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തെ അടിസ്ഥാനമാണ്. കാരണം അതൊരു ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്, പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന നിയമസഭാ അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ പ്രസ്താവനയും തെറ്റല്ലേ? രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചല്ല, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തെ അനുസരിച്ചല്ല, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയാണ്. മനസ്സിലാക്കുക. അപ്പോൾ ആ പ്രസ്താവനയും തെറ്റ്. എന്നാൽ ഇവിടെ ലോകസഭയിലേന്ന് വന്നിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരുന്നേനെ. മനസ്സിലാക്കി പോകണേ, ഇതെല്ലാം നന്നായി നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. അത് ശരിയാണ്, 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളാണ് ഇന്നുള്ളത്. അതായത് ലോകസഭയിൽ തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന അംഗങ്ങൾ മാത്രമേ ഇപ്പോഴുള്ളൂ. അത് 543 പേര് തന്നെയാണ്. അപ്പോൾ അത് പ്രസ്താവന ശരിയാണ്, അത് സാധൂകരിക്കാവുന്നതാണ്. രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. അതെങ്ങനെയാവും? സ്പീക്കറാണോ രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത്? ഇവിടെയും ലോകസഭ എന്ന് വന്നിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരുന്നേനെ. രാജ്യസഭയുടെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തി പറഞ്ഞ്, രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് രാജ്യസഭാ ചെയർമാനാണ്, ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ സാധൂകരിക്കാവുന്നത് ഇവിടെ എന്തേ ഉള്ളൂ? ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, സി എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ കണ്ട, ഇവിടെ ഒരു വലിയ അപകടമുണ്ട്. നമ്മൾ സി ശരി അത് അന്വേഷിക്കും, സാധൂകരിക്കാവുന്നു. പക്ഷെ അങ്ങനൊരു ആൻസറേ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ പറയുക എയും ബിയും ഡിയും തെറ്റാണ്, എയും ബിയും ഡിയും തെറ്റ്. അടപ്പുണ്ടല്ലോ, എ ബി ഡി തെറ്റാണ്. അപ്പോൾ സാധൂകരിക്കാവുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആൻസർ പോലും നിങ്ങളെ കൺഫ്യൂസ്ഡാക്കുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ശരി കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളുക തെറ്റ് കാണിച്ചിരിക്കും ഇവിടെ. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എയും ബിയും ഡിയും തെറ്റ്, എ ബി ഡി തെറ്റ്. അപ്പോൾ ഇവിടെ ആൻസറായി വരുന്നത് ബി ഓപ്ഷനാണ്. ക്ലിയർ അല്ലേ? ആ ചോദ്യം ഞാൻ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ പല കാര്യങ്ങളും ഓർക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ പഠിച്ചു പോകാം ഓരോ ചോദ്യങ്ങൾ. പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏതാണ് പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത? ശ്രദ്ധിക്കണേ, ഇത് നിയമനിർമ്മാണം. അതല്ലേ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല? ലോ മേക്കിംഗ് ബോഡിയല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. അപ്പം നിയമനിർമ്മാണം അതിൻ്റെ ചുമതലയിൽ ഉൾപ്പെട്ടതാണ്. നമുക്ക് വേണ്ട എന്താണ്? ഉൾപ്പെടാത്തതാണ്. ഇത് ഉൾപ്പെട്ടതാണ്. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ. നോക്കൂ, പാർലമെൻറ്റ് തന്നെയാണ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത്. നമുക്കറിയാലോ, മന്ത്രിസഭ ലോകസഭയോട് കൂട്ടുത്തരവാദിത്വമുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആ എക്സിക്യൂട്ടീവ് ശരിക്ക് നമ്മുടെ ലെജിസ്ലേച്ചറുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് പോകേണ്ടത്. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ അതും പാർലമെൻറ്റിൻ്റെ ചുമതലയാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് ആര്? പാർലമെൻറ്റ്. അതും ചുമതലയിൽപ്പെട്ടതാണ്. ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിൻ്റെ ചുമതല തന്നെയാണ്.
ബില്ലുകൾ അംഗീകരിക്കൽ, ബില്ലുകൾ പാസാക്കലാണ് പാർലമെൻറ്റിൻ്റെ ചുമതല. പാർലമെൻറ്റ് പാസാക്കിയ ബില്ല് അംഗീകരിക്കേണ്ടത് രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇത് മാത്രമാണ് ഇവിടെ തെറ്റായി വരുന്നത്. അപ്പോൾ പാർലമെൻറ്റ് ചുമതല ഉൾപ്പെടാത്തത് എന്ന് വെച്ചാൽ ഡി ഓപ്ഷനാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. മനസ്സിലാകുന്നത്? ഉൾപ്പെടാത്ത ആയതുകൊണ്ട് ഞാൻ ഇൻറ്റു ഇട്ടിരിക്കുന്നത് ഇത് ഇത്രയും ഉൾപ്പെടുന്നതാണ്. ഉൾപ്പെടാത്തത് ബില്ലുകൾ അംഗീകരിക്കൽ എന്ന് പറയുന്നത്. പാർലമെൻറ്റ് അംഗീകരിച്ച ബില്ലെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും പാർലമെൻറ്റ് പാസ്സാക്കുകയാണ് ചെയ്യുന്ന ബില്ലുകൾ അംഗീകരിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കോമൺ സെൻസ്. ഇപ്പോൾ ഇനി എവിടെയെങ്കിലും ഒരിടത്ത് പാർലമെൻറ്റ് ബില്ല് അംഗീകരിച്ചു, ആ പാർലമെൻറ്റ് അംഗീകരിച്ച ബില്ല് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അയ്യോ അത് തെറ്റല്ലേ എന്ന് പറയരുത്. മനസ്സിലാകുന്നുള്ളൂ. നമ്മൾ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തണം. ഇവിടെ ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, പാർലമെൻറ്റ് പാസ്സാക്കുന്നതാണ് ബില്ല്, അംഗീകരിക്കുന്നത് രാഷ്ട്രപതിയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതും നോക്കൂ, ഒരു 3 ചോദ്യങ്ങൾ ഈ പേജിൽ ഒറ്റ സ്റ്റെപ്പിൽ കിടക്കുകയാണ്. നോക്കൂ, രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? എല്ലാവർക്കും അറിയാം, രാജ്യസഭയുടെ എക്സ് ഒഫിഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി തന്നെയാണ്. ഉപരാഷ്ട്രപതി അത് പണ്ട് മുതൽ അങ്ങനെ തന്നെ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മുതൽ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായ CP രാധാകൃഷ്ണൻ വരെ, ആ രാധാകൃഷ്ണൻ മുതൽ ഈ രാധാകൃഷ്ണൻ വരെയുള്ള ആൾക്കാരും രാജ്യസഭയുടെ അധ്യക്ഷന്മാരായിരുന്നു, ചെയർമാന്മാരായിരുന്നു. അത് ഉപരാഷ്ട്രപതി തന്നെയാണ്. അപ്പോൾ ബി, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്ത്? അതും ബി തന്നെയാണ് ആൻസർ. പാർലമെന്റ് എന്നല്ലേ നമ്മുടെ നിയമനിർമ്മാണ സഭയെ വിളിക്കുന്നത്. ലോകസഭയും രാജ്യസഭയൊക്കെ ചേർന്നതാണ് പാർലമെന്റ്. ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയാണ്, അതല്ല നിയമനിർമ്മാണ സഭ. അപ്പോൾ നിയമനിർമ്മാണ സഭ പാർലമെന്റാണ്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി, രാജ്യസഭയ്ക്കാണ് കാലാവധി ഇല്ല എന്ന് പറഞ്ഞത്, രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അത് 6 വർഷമാണ് ആ കാലാവധി എന്ന് നിങ്ങൾക്കറിയാം. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. ഓരോ 2 വർഷം കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, അതിലെ 1/3 അംഗങ്ങൾ ഇങ്ങനെ പിരിഞ്ഞു പൊക്കൊണ്ടേയിരിക്കും. നമ്മൾ പഠിച്ചതാണ്, ഓർമ്മിച്ചോളൂ കേട്ടോ. അപ്പോൾ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ലോകസഭ അംഗങ്ങളുടെ കാലാവധിയും ലോകസഭയുടെ കാലാവധിയും 5 വർഷം തന്നെയാണ്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? നമുക്ക് വേണ്ടത് എന്താണ്? ശരിയായ പ്രസ്താവന. രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. തെറ്റ്. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷമല്ല, അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന 5 വർഷത്തേക്കല്ല. ലോകസഭ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയാണ്. നമുക്ക് വേണ്ടത് രാജ്യസഭയുടെ വിശേഷങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. തീർച്ചയായിട്ടും കറക്റ്റാണ്. രാജ്യസഭയിലേക്ക് 9 പേരാണ്. 9 രാജ്യസഭാ അംഗങ്ങളും 20 ലോകസഭാ അംഗങ്ങളുമാണ് കേരളത്തിൽ നിന്നുള്ളത്. നമ്മൾ പഠിച്ചതാണ്, ഓർത്തോളൂ. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശിക്കപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. ആദ്യ വനിത. കായിക മേഖലയെന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് ശരിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത എന്ന് പറഞ്ഞാലും PT ഉഷ തന്നെയാണ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ആദ്യ കേരള വനിത, ആദ്യ മലയാളി വനിത PT ഉഷ തന്നെയാണ്. ഇവിടെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കായിക രംഗത്ത് നിന്നും, കായിക മേഖലയിൽ നിന്നും PT ഉഷ. അത് ശരിയാണ്. ഇവിടെ ആൻസർ 3 പോയിന്റേ ഉള്ളൂ. 2 എണ്ണമാണ് ശരി വന്നത്. നമുക്ക് വേണ്ട എന്താണ്? ശരിയല്ലേ? അപ്പോൾ 2ഉം 3ഉമല്ലേ ശരി? 2ഉം 3ഉം ശരിയാണ്. അവിടെയും നോക്കൂ, അവിടെയും നോക്കൂ. നമ്മൾ നോക്കും 2ഉം 3ഉം ശരി ഇവിടെ എവിടെ ഉണ്ട്? ഒരിടത്തും കാണുന്നില്ല. അങ്ങനെ നോക്കി പിടിക്കുമ്പോഴാണ് 1 തെറ്റ് 2ഉം 3ഉം ശരി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് നോക്കുന്നതൊക്കെ എളുപ്പം മനസ്സിലാവും. 1 തെറ്റ് 2ഉം 3ഉം ശരി. അപ്പോൾ ഇതല്ലേ സി ഓപ്ഷനല്ലേ? നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടോ, ഓപ്ഷൻ തരുന്നതിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആശയക്കുഴപ്പം വരും. നമ്മൾ ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് 2ഉം 3ഉം ശരി, ഉടനെ ഇവിടെ നോക്കുവേ 2ഉം 3ഉം ശരി, ഒരിടത്തും കാണുന്നില്ലല്ലോ, ആൻസർ ഇല്ലേ? പിന്നെ ഒന്നുകൂടെ നോക്കുമ്പോഴാണ് 1 തെറ്റ് 2ഉം 3ഉം ശരി. ശ്രദ്ധിക്കണേ, ഈ ടൈപ്പ് ഒരു ചോദ്യം നമ്മൾ നേരത്തെയും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെയും ആൻസർ കൊടുക്കുന്നതിൻ്റെയും രീതികളിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിസാര കാര്യമാണ്, പക്ഷെ 1 മാർക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ ഇത് മാത്രം മതി.
ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രം മതി. നമ്മളെല്ലാം ഈ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ പോലെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. 1 തെറ്റ് ശരി, 2 തെറ്റ്, 3 തെറ്റ്, അവിടെ 2 3 തെറ്റാണ്, അല്ലെങ്കിൽ ശരിയെങ്കിൽ 1 ശരി. നമ്മളത് മാത്രം ഇങ്ങനെ നോക്കും, അതിവിടെ കാണുകയില്ല. അപ്പോഴും നോക്കണം, ഉടനെ നിങ്ങൾ പറഞ്ഞു നോക്കണം. ഇങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഉടനെ നിങ്ങൾ മനസ്സിൽ പറയണം, അതാ 1 തെറ്റ് 2 3 ശരി, 1 തെറ്റ് 2 3 ശരി. ഉത്തരം കണ്ടോ? അതാണ് നമ്മൾ ഒരു ടോപ്പിക്ക് വെറുതെ പഠിച്ചു പോയാൽ പോരാ. നമ്മുടെ സഹാരി റൈസ് പ്ലസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ഇതാണ്. കാരണം ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മോഡൽ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോഴാണ് ചോദ്യത്തിനുള്ളിലെ വാരിക്കുഴികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആകണം പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ അടുത്ത ചോദ്യത്തിൽ നമുക്ക് പോകാം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. നോക്കൂ, ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന, ലോകസഭയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന മനസ്സിൽ വെച്ചുകൊള്ളുക. എന്താ നമ്മൾ പറയുന്നത്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ബന്ധമില്ലാത്തത് ഇത് തെറ്റാണ്, ഈ പ്രസ്താവന തെറ്റാണ്. അപ്പം ബന്ധമില്ലാത്തത് പ്രസ്താവന തന്നെയാണ്. പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്, നമുക്ക് പിന്നെ കണ്ടെത്താം. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ, പാർലമെൻറ്റിൻ്റെ ഭാഗമായി ലോക്സഭ, അത് ബന്ധമുള്ളതാണ്, ശരിയാണ്. ജനങ്ങളാണ് നേരിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ, തെറ്റല്ലേ? അത് രാജ്യസഭയല്ലേ? സ്പീക്കറല്ലേ ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത്? അടുത്ത് നോക്കാം, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടും, ആണ്, ജനങ്ങളുടെ സഭയല്ലേ? അപ്പം നമുക്ക് ബന്ധമില്ലാത്തത് 1 3 1 3 ദാ കിടപ്പുണ്ട്. ഇതാണ് ബന്ധമില്ലാത്തത്, അതാണ് തെറ്റായിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ലോകസഭയുമായി ബന്ധമില്ലാത്തതാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്, ലോകസഭയല്ല. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ് അതിൽ ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു, തെറ്റാണ്. രാജ്യസഭയുടെ സമ്മേളനങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നത്. ഇനി നോക്കൂ, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു, കറക്റ്റ്, ജനങ്ങളുടെ സഭ, ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ 1 3 തന്നെയാണ് ഇവിടെ ശരിയായി വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, രാജ്യസഭയെക്കുറിച്ച് കേട്ടോ, രാജ്യസഭയെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ പരിഗണിക്കുകയും ശരിയായ സംയോജനം കണ്ടെത്തുകയും ചെയ്യുക. രാജ്യസഭ ഭാഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനമാണ്, ശരിയാണോ? രാജ്യസഭ ഭാഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട സഭയാണ്, ശരിയല്ലേ? ഭാഗികമായി തെരഞ്ഞെടുക്കപ്പെട്ടതും ഭാഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതും മനസ്സിലാകുന്നുണ്ടല്ലോ. 245 അംഗങ്ങളുള്ളതിൽ 233 പേരെ തെരഞ്ഞെടുപ്പിലൂടെ വരുന്നതും 12 പേര് നാമനിർദ്ദേശം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രസ്താവന ശരിയല്ലേ? രാജ്യസഭ ഭാഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനമാണ്. ക്ലിയർ അല്ലേ? ലോകസഭയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റൂലായിരുന്നു, അത് പൂർണ്ണമായും തെരഞ്ഞെടുക്കപ്പെട്ട സഭയാണ്. രണ്ടാമത് നോക്കാം, സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുക, ശരിയല്ലേ? സംസ്ഥാനങ്ങളുടെ കൗൺസിലല്ലേ രാജ്യസഭ? സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന സഭ തന്നെയാണ് രാജ്യസഭ. 6 വർഷത്തെ കാലാവധി ആസ്വദിക്കുന്നു. 6 വർഷത്തെ കാലാവധി ആസ്വദിക്കുന്നു, തെറ്റാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. ഇനി വൈസ് പ്രസിഡന്റാണ് ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. 1 ശരി, 2 ശരി, 4, 1 2 4 ദാ കിടപ്പുണ്ട്. 1 2 4 ശരിയാണ്. ക്ലിയറല്ലേ? ഇതെല്ലാം ഈ അടുത്ത കാലത്ത് PSC പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. റിവൈസ് ചെയ്യും, ഇതെല്ലാം വീണ്ടും ചോദിക്കും, നന്നായി പഠിച്ചു പോവുക. നോക്കൂ, ലോകസഭയിലും സംസ്ഥാന നിയമസഭാ അസംബ്ലിയിലും ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിനുള്ള സീറ്റ് സംവരണം. ലോകസഭയിലും സംസ്ഥാന നിയമസഭാ അസംബ്ലിയിലും ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിലുള്ള സീറ്റ് സംവരണം ഡാഷ് ഭരണഘടനാ ഭേദഗതി നിയമം തടഞ്ഞു. 104 ഭേദഗതി 2020 നമ്മൾ പഠിച്ചു. 104 ഭേദഗതിയിലൂടെ അല്ലേ സീറ്റ് സംവരണം 2 ആംഗ്ലോ ഇന്ത്യൻ
പ്രതിനിധികളെ ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കിയത് 104 ഭേദഗതി 2020. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? നിങ്ങൾ എങ്ങനെ എഴുതും? ശരിയായ സംയോജനമല്ലേ? 1, 2, 4 നമ്മൾ പറഞ്ഞു. 1, 2, 4 ക്ലിയർ അല്ലേ? ഇപ്പം ഇവിടെ 4 പോയിന്റ് തന്നിട്ട് ഇവിടെ ഒന്നുകൂടെ തന്നിരിക്കുകയാണ്. ഇത് അടുത്ത ചോദ്യമാണ്. ഇത് ചേർന്ന് വന്നതുകൊണ്ട് നമുക്ക് ആശയക്കുഴപ്പമുണ്ടായതാണ്. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ചോദ്യം അവിടെ കഴിഞ്ഞു. ഇത് അടുത്ത ചോദ്യമാണ്. ഒരു പേജിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് പെട്ടെന്ന് ആശയക്കുഴപ്പം വന്നതാണ്. ഈ ചോദ്യം ഇവിടെ കഴിഞ്ഞു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യമാണ് ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിനുള്ള സീറ്റ് സംവരണം ഏതിലാണ്? 104 ഭേദഗതി. അടുത്ത ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ നിന്ന് 2 ലോകസഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് തിരിച്ചറിയുക. ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ. നോക്കൂ, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. താഴെ പറയുന്നവയിൽ നിന്ന് 2 ലോകസഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഒരു 5 സംസ്ഥാനങ്ങൾക്കാണ് 2 ലോകസഭാ സീറ്റുകളുള്ളത്. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? ത്രിപുര, അരുണാചൽ പ്രദേശ്. അപ്പം പ്രശ്നം വരും. ത്രിപുര ഇവിടെയും കിടപ്പുണ്ട്, പക്ഷെ അവിടെ അരുണാചൽ പ്രദേശ് ഇല്ല. മണിപ്പൂർ ശരിയാണ്. ഗോവ. ഇത് ഇത്രയും 2 ലോകസഭാ സീറ്റുകൾ ഉള്ളതാണ്. ഒന്നുകൂടി വരും, മേഘാലയ. നോക്കൂ, മേഘാലയ. ഈ 5 നിങ്ങൾ ഇപ്പോഴും പഠിച്ചു വെച്ചുകൊള്ളുക. ഇന്ത്യയിൽ 1, 2, 3, 4, 5 സംസ്ഥാനങ്ങൾക്കാണ് 2 ലോകസഭാ സീറ്റുകൾ വീതമുള്ളത്. ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ, മേഘാലയ. പക്ഷെ അതിൽ ഇവിടെ 4 തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ആൻസറായി വരുന്നത്, എ ഓപ്ഷൻ. മണിപ്പൂർ ഇവിടെ ഉണ്ട്, നമുക്കറിയാം 2 തന്നെയാണ് ഉള്ളത്. ഗോവയും ഉണ്ട്, ഇതിലും 10 രൂപ. പക്ഷേ ഇവിടെ ഹിമാചൽ പ്രദേശ് കിടപ്പുണ്ട്. ഹിമാചൽ പ്രദേശിൽ 4 ലോകസഭാ സീറ്റുകളാണുള്ളത്. മിസോറാമിൽ 1 സീറ്റേ ഉള്ളൂ ലോകസഭാ സീറ്റ് മിസോറാമിൽ. മേഘാലയ നമ്മൾ പറഞ്ഞു 2 സീറ്റുകളുള്ളത് തന്നെയാണ്. ത്രിപുര ഇവിടെ വന്നതാണ് 2 സീറ്റ്. ഹിമാചൽ പ്രദേശ് 4. സിക്കിം 1 സീറ്റേ ഉള്ളൂ. മിസോറാം, സിക്കിം. ഇതാ വരുന്നു നാഗാലാൻഡ്, 1 സീറ്റേ ഉള്ളൂ. ഇത് നമ്മൾ പറഞ്ഞു 1 സീറ്റ്. നാഗാലാൻഡ്, മണിപ്പൂർ 2 സീറ്റ്. 2 ലോക്സഭാ സീറ്റുകളുണ്ട് അല്ലേ? 2 ലോക്സഭാ സീറ്റുകളുണ്ട്. സിക്കിം 1 സീറ്റേ ഉള്ളൂ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 1 സീറ്റുകളുള്ളത് ഏതൊക്കെയാണ്? മിസോറാം, സിക്കിം, നാഗാലാൻഡ്. 2 സീറ്റുകളുള്ള ലോകസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ, മേഘാലയ. ഒന്ന് ഓർത്ത് വെച്ചോളുക കേട്ടോ, നന്നായിട്ടൊന്ന് ഓർത്ത് വെച്ചോളുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് വേണ്ട എന്താണ്? ശരി പ്രസ്താവന, ട്രൂ, റൈറ്റ്. നോക്കാം നമുക്ക്. ഏതുമായി ബന്ധപ്പെട്ട്? രാജ്യസഭ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രതിദാനം ചെയ്യുന്നു. ശരിയല്ലേ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നല്ലേ അതിൻ്റെ പേര് തന്നെ. അപ്പോൾ അത് കറക്റ്റാണ്. നമുക്ക് ശരിയായതാണ് വേണ്ടത്, അത് വേണം. രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയാണ്. തെറ്റ്. സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്, MLA മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, അല്ലാതെ സംസ്ഥാന മന്ത്രിസഭയിൽ. അത് തെറ്റാണ്. പരോക്ഷമായി തിരഞ്ഞെടുക്കുന്ന സഭയാണ് രാജ്യസഭ. പരോക്ഷമായി തിരഞ്ഞെടുക്കുന്ന സഭ. ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ശരിയായതല്ലേ വേണ്ടത്? 1ഉം 3ഉമാണ് ഇവിടെ ശരി. എ ഓപ്ഷൻ. എ ഓപ്ഷൻ അല്ല, 1ഉം 3ഉം വരുന്നത് ഡി ഓപ്ഷൻ. അതവിടെ കൊടുത്തിട്ടുണ്ട്, ആൻസറും കൊടുത്തിട്ടുണ്ട്. ഡി ഓപ്ഷൻ. ഇതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഡി ഓപ്ഷൻ കറക്റ്റ്. ഇതാണ് 1ഉം. ഞാൻ അവിടെ മാർക്ക് ചെയ്ത കറക്റ്റാണ്. 1ഉം 3ഉമാണ്. ക്ലിയർ അല്ലേ അത്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏതു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകൾ സൂചിപ്പിക്കുന്നു? ഇംപീച്ച് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുന്നത്. ഇംപീച്ച് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇംപീച്ച് ചെയ്ത് രാഷ്ട്രപതിയായാലും അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജിമാരെയായാലും പുറത്താക്കാൻ കോടതി ചെയ്യും പോലെ ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെൻ്റ് അല്ലേ ആ സ്ഥാപനം. അടുത്ത
അടുത്ത ചോദ്യം, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാകുക. പാർലമെൻറ്റിലെ അംഗങ്ങളിലെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൊക്കെ പങ്കാളികളാകുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ വരുമെങ്കിലും ഉപരാഷ്ട്രപതിയിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ അതും നമുക്കറിയാം, അവിടെയും പാർലമെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകുക. അടുത്ത, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് വാസ്തവത്തിൽ ആരാണ്? പാർലമെൻ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളായിട്ടാണ് വരുന്നത്? പാർലമെൻറ്റ്. ബി ഓപ്ഷൻ തന്നെയാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. എല്ലാവർക്കും അറിയാം, നിയമനിർമ്മാണ സഭയാണ് പാർലമെൻറ്റ്. നിയമനിർമ്മാണത്തിലുള്ള അധികാരം പാർലമെൻറ്റിനാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നോക്കൂ, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതല്ല. അപ്പോൾ ഇവിടെ നിയമനിർമ്മാണത്തിലുള്ള അധികാരം പാർലമെൻറ്റിനാണെന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്ന് പറയുകയാണ്. നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യാധികാരമാണ്. ശരിയാണ്. ഏത്? മണി ബില്ലുകൾ, ധനകാര്യ ബില്ലുകൾ ഒഴികെ. അത് ഇനി എടുത്ത് പറഞ്ഞില്ലെങ്കിൽ സാധാരണ ബില്ലെന്ന് ഞാനാണ് ഉദ്ദേശിക്കുന്നത്. നിയമനിർമ്മാണത്തിൽ സാധാരണ ഒരു നിയമനിർമ്മാണം നടത്തുന്നതിന് പാർലമെൻറ്റിലെ ഇരുസഭകൾക്കും ഒരുപോലെ അധികാരമുണ്ട്. രണ്ട് സഭകളിലും അത് പാസ്സാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. ശരി പ്രസ്താവന. ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലായിരിക്കും. തെറ്റ്. ധനകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അടുത്ത് നോക്കൂ, നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. തീർച്ചയായിട്ടും. കാരണം പാർലമെൻറ്റ് പാസ്സാക്കുന്ന ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം, ചിലതിന് അംഗീകാരം കൊടുക്കാതിരിക്കാം. പക്ഷേ പരിമിതമായ വീറ്റോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചിലതിന് എന്താണെന്ന് പറയുമ്പോൾ ചില ബില്ല്, ഇപ്പം നമ്മുടെ ഭരണഘടനാ ഭേദഗതി ബില്ലൊക്കെ ആണെങ്കിൽ വീറ്റോ പവർ ഇല്ല. അപ്പം പരിമിതമായ വീറ്റോ അധികാരമേ ഉള്ളൂ എന്ന് പറയുന്ന പോയിന്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയായതല്ലേ വേണ്ടത്? 1ഉം 3ഉം ആണ് ശരിയായി വരുന്നത്. എ ഓപ്ഷൻ തന്നെയാണ്, 1ഉം 3ഉം മാത്രം. ക്ലിയർ അല്ലേ? നോക്കൂ, രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്ര? രാജ്യസഭ വൈസ് ചെയർമാൻ നോക്കൂ, നമ്മൾ ഒരു ചാർട്ടായിട്ട് ഇത് പലതവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ നോക്കിയാൽ രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായവും നമ്മൾ ഒരിടത്തും പറഞ്ഞിട്ടേയില്ല. കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ആരാണ് രാജ്യസഭയുടെ വൈസ് ചെയർമാനായി മാറുന്നത്? രാജ്യസഭാ അംഗങ്ങൾ അവരിൽ നിന്നൊരാളെ തെരഞ്ഞെടുത്തല്ലേ രാജ്യസഭയുടെ വൈസ് ചെയർമാനാക്കി മാറ്റുന്നത്. അപ്പോൾ രാജ്യസഭാ വൈസ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ആര്? രാജ്യസഭാ അംഗങ്ങൾ അവരിൽ നിന്ന്. രാജ്യസഭാ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ആര്? ആരും തിരഞ്ഞെടുക്കുന്നില്ല. കാരണം അത് എക്സ് ഒഫിഷ്യോ ചെയർമാനാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് രാജ്യസഭയുടെ അധ്യക്ഷനുമായിട്ട് മാറുന്നത്. അപ്പം വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കുന്നത് അംഗങ്ങൾ അവരിൽ നിന്ന്. അപ്പം അംഗമായാലല്ലേ രാജ്യസഭ വൈസ് ചെയർമാൻ ആകാവുള്ളൂ. അപ്പോൾ അംഗമാകാനുള്ള പ്രായം എത്ര? 30 വയസ്സല്ലേ? ഇതല്ലേ ആൻസർ? സിമ്പിളല്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. പ്രായപരിധിയൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ 35 വയസ്സ്, രാജ്യസഭാ അംഗം, സംസ്ഥാന കൗൺസിൽ അംഗം 30 വയസ്സ്, ലോകസഭാ അംഗം, സംസ്ഥാന നിയമസഭാ അംഗം 25 വയസ്സ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അംഗമാകണമെങ്കിൽ 21 വയസ്സ്. നമ്മൾ പഠിച്ചതാണ്. എന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാം. നോക്കൂ, ഇവിടെ രാജ്യസഭ വൈസ് ചെയർമാൻ ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുക, രാജ്യസഭ വൈസ് ചെയർമാൻ ആരായിരിക്കും? രാജ്യസഭ അംഗത്തിനല്ലേ രാജ്യസഭയുടെ വൈസ് ചെയർമാൻ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ രാജ്യസഭ അംഗമാകാനുള്ള പ്രായം എത്ര? 30 വയസ്സ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കണം കേട്ടോ. ചിന്തിക്കും, എനിക്കറിയാം നിങ്ങൾക്കിത് പെട്ടെന്ന് അങ്ങനെയൊക്കെ കണ്ടെത്താൻ കഴിയും. കൺസിഡർ ദി ഫോളോയിങ് ആൻഡ് ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് വേണ്ടത് ശരിയല്ല, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റായിട്ടുള്ളത്. ദി അപ്പർ ചേംബർ ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ് ഈസ് എ പെർമനൻ്റ് ഹൗസ്. ശരിയാണ്, രാജ്യസഭ ഒരു പെർമനൻ്റ് ഹൗസാണ്. അതിനെ തന്നെയാണ് ഉപരിസഭ, അപ്പർ ചേംബർ എന്ന് നമ്മൾ വിളിക്കുന്നത്. All the members of Rajya Sabha are elected on the basis of
proportional representative system. All the members of Rajya Sabha are elected on the basis of proportional representation. തെറ്റല്ലേ? എല്ലാ അംഗങ്ങളെയും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചാണോ രാജ്യസഭാ അംഗങ്ങളായി മാറുന്നത്? അല്ലല്ലോ. 12 പേരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തും വരുന്നില്ലേ? അപ്പോൾ എല്ലാ അംഗങ്ങളും എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാ അംഗങ്ങളും, രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളല്ല, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം പ്രകാരം വരുന്നതല്ല. 12 അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവർ കൂടിയുണ്ട്. അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ്. ഇറ്റ്സ് ചെയർമാൻ ഈസ് ഇലക്റ്റഡ് ഫ്രം എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. തെറ്റല്ലേ? വൈസ് ചെയർമാനാണെന്ന് പറഞ്ഞെങ്കിൽ ശരിയാണ്. രാജ്യസഭയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് അംഗങ്ങൾ അവരിൽ നിന്ന് പറഞ്ഞാൽ തെറ്റ്. രാജ്യസഭാ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം chairman of Rajya Sabha is an ex officio chairman. He is the ex officio chairman. Vice President of India becomes the chairman of Rajya Sabha. മനസ്സിലാകുന്നില്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അപ്പോൾ ഇറ്റ്സ് ചെയർമാൻ ഈസ് ഇലക്റ്റഡ് ഫ്രം എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് വേണ്ട എന്താണ്? ഇൻകറക്റ്റ് ആണ് വേണ്ടത്. 2 ഇൻകറക്റ്റ് ഉണ്ട് അല്ലേ? 2ഉം 3ഉം എവിടെയെങ്കിലും ഉണ്ടോ? ദാ കിടപ്പുണ്ട്. സി ഓപ്ഷൻ 2 and 3 only. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത് നോക്കുക. ഇൻ ഇന്ത്യൻ പാർലമെന്റ് അണ്ടർ വിച്ച് കണ്ടീഷൻ എ ഹൗസ് ക്യാൻ ഡിക്ലെയർ സീറ്റ് ഓഫ് എ മെമ്പർ വാക്കന്റ്? ഇന്ത്യൻ പാർലമെന്റ് അണ്ടർ വിച്ച് കണ്ടീഷൻ, ഏത് സാഹചര്യത്തിലാണ് പാർലമെന്റിലെ ഒരു സഭ, അത് രാജ്യസഭയാകാം ലോകസഭയാകാം, ഒരു സഭ ഒരു അംഗത്തിൻ്റെ സീറ്റ് വാക്കൻ്റ് ആണെന്ന് പ്രഖ്യാപിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഒരംഗത്തിൻ്റെ അംഗത്വം നഷ്ടപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഇവിടെ ഇഫ് ദി മെമ്പർ ഈസ് ആബ്സെൻറ്റ് ഫ്രം ഓൾ മീറ്റിംഗ്സ് ഫ്രം ദി ഹൗസ് ഫോർ 21 days, 21 ദിവസം സ്ഥിരമായി സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കുമ്പോഴാണോ, അതോ 45 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സഭയിൽ പങ്കെടുക്കാതിരിക്കുമ്പോഴാണോ, അതോ 60 ദിവസം സഭയിൽ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കാതിരിക്കുമ്പോഴാണോ, അതോ 30 ദിവസം സഭയിൽ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കാതിരിക്കുമ്പോഴാണോ ഒരംഗത്തിൻ്റെ അംഗത്വം നഷ്ടമാകുന്നത്, ആ സീറ്റ് ക്യാൻസലായി പോകുന്നത്? ഒരംഗത്തിൻ്റെ അംഗത്വം നഷ്ടപ്പെടുന്നത് വാസ്തവത്തിൽ സ്ഥിരമായിട്ട് സഭയിൽ 60 ദിവസം ആബ്സെൻ്റായി മാറുമ്പോഴാണ്. സി ആണ് ഇവിടെ ഉത്തരം കറക്റ്റ്. രാജ്യസഭയായാലും ലോകസഭയായാലും തുടർച്ചയായിട്ടുള്ള 60 മീറ്റിങ്ങിൽ 60 ദിവസം തുടർച്ചയായിട്ട് 60 ദിവസം മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എങ്കിൽ അയാൾ അംഗത്വം നഷ്ടമാകും. ക്ലിയർ അല്ലേ? മറക്കരുതേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question: which of the following statement is or are correct about Parliament of India? നമുക്ക് വേണ്ട എന്താണ്? കറക്റ്റ് ആണ്. A money bill can be introduced in either house of parliament. തെറ്റല്ലേ? മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒരിക്കലും മണി ബില്ല് ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. നോക്കൂ, ബി നോൺ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം തന്നെയാണ്. നോ കോൺഫിഡൻസ് മോഷൻ ക്യാൻ ഒൺലി ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ. ശരിയാണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. പാർലമെന്റിൽ രാജ്യസഭയിൽ അവിശ്വാസ പ്രമേയമോ വിശ്വാസ പ്രമേയമോ ഒന്നും അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രസ്താവന ശരിയാണ്. പ്രസിഡന്റ് can withhold any bill passed by parliament without giving his assent. President can withhold any bill passed by പാർലമെന്റ് പാസ്സാക്കുന്ന ഏത് ബില്ലും പ്രസിഡന്റിന് വിത്ത്ഹോൾഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇല്ലല്ലോ. പാർലമെന്റ് പാസ്സാക്കുന്ന ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് തടഞ്ഞു വയ്ക്കാനുള്ള അവകാശമുണ്ടോ രാഷ്ട്രപതിക്ക്? പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ ബില്ലുകളെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 24ാം ഭേദഗതി 1971, ദി പ്രസിഡന്റ് മസ്റ്റ് ഗീവ് ഹിസ് അസെന്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ എന്ന് പഠിച്ച ഓർമ്മയില്ലേ? 24th Amendment Act made it obligatory for the president to give his assent to the constitutional amendment bill. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കണം എന്ന് 24ാം ഭേദഗതിയിലൂടെ വ്യക്തമാക്കുന്ന കാര്യം പറഞ്ഞില്ല. അപ്പോൾ എല്ലാ ബില്ലുകളും രാഷ്ട്രപതിക്ക് തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല. ഡി ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദി പാർലമെന്റ് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. തെറ്റല്ലേ? സ്പീക്കർ ഓഫ് ലോക്സഭയല്ലേ
സംയുക്ത സമ്മേളനത്തിന് പ്രിസൈഡ് ഓവർ, അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അത് സ്പീക്കറാണ്. തീർച്ചയായിട്ടും ആര് തന്നെയാണ്? സ്പീക്കറാണ്. ഇവിടെ പറയുന്നത് പ്രസിഡന്റ് എന്നാണ്. തെറ്റ്. പ്രസിഡന്റ് സമൺസ് ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്, സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്? കറക്റ്റ് അല്ലേ? ഒരു കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ഉള്ളൂ? ബി. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി കറക്റ്റ്. നമ്മൾ മാർക്ക് ചെയ്തതാണ് കേട്ടോ. ബി ആണ് ഇവിടെ കറക്റ്റ് ഉത്തരമായി വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എളുപ്പമല്ലേ ഇത്? നോക്കൂ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ലോക്സഭ, വിച്ച് ഓഫ് ദം ഈസ് നോട്ട് കറക്റ്റ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ലോക്സഭ, ലോകസഭയെക്കുറിച്ച് ഇനി പറയുന്ന വിച്ച് ഓഫ് ദം ഈസ് നോട്ട് കറക്റ്റ്, തെറ്റായിട്ടുള്ളതാണ്, ലോകസഭയുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടെത്തുന്നത്. ലോവർ ഹൗസ് ഓഫ് പാർലമെൻറ്റ് ശരിയല്ലേ? ലോകസഭ ലോവർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. നോൺ as ഹൗസ് ഓഫ് പീപ്പിൾ ശരിയല്ലേ? ലോകസഭയല്ലേ നമ്മൾ ജനങ്ങളുടെ സഭ എന്ന് വിളിക്കുന്നത്. മെമ്പേഴ്സ് ആർ ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ, നമ്മൾ നേരിട്ടല്ലേ ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, അതും ശരിയല്ലേ? സ്പീക്കർ ഈസ് ദി ലീഡർ ഓഫ് ലോക്സഭ. മെമ്പേഴ്സ് ആർ ഡയറക്ട്, സ്പീക്കർ ഈസ് ദി, ഇത് തെറ്റാണ്. സ്പീക്കർ ഈസ് ദി ലീഡർ എന്നാ പറഞ്ഞത്. ഇത് നമ്മൾ വലിയ അബദ്ധമാണ്, നമ്മൾ അറിയാതെ സ്പീക്കർ ഈസ് ദി പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ലോക്സഭ എന്ന് നമ്മൾ അറിയാതെ അങ്ങനെ ചിന്തിച്ചു പോകും. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. സ്പീക്കർ പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ലോക്സഭ, ലോകസഭയുടെ അധ്യക്ഷനാണ്. ലോകസഭയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകസഭാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ആളാണ് സ്പീക്കർ. പക്ഷേ ലോകസഭയുടെ ലീഡർ, സഭാ നേതാവെന്ന് പറയുന്നത് എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. നിങ്ങളിവിടെയും നമ്മുടെ നിയമസഭയിലേക്ക് വന്നോളൂ, സഭാ നേതാവ് കൂടിയായ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ ആവുള്ളൂ. സഭാ നേതാവെന്നാണ് ഇവിടെ, ലീഡർ എന്നാണ് പറയുന്നത്, അല്ലാതെ സഭയുടെ അധ്യക്ഷൻ എന്നല്ല പറയുന്നത്, പ്രിസൈഡിങ് ഓഫീസർ എന്നല്ല പറയുന്നത്. ഇത് സഭയുടെ നേതാവ് എപ്പോഴും ആരായിരിക്കും? സഭയുടെ, ലോകസഭയുടെ നേതാവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? നമുക്ക് വേണ്ട തെറ്റല്ലേ? ഡി ആണ് ഇവിടുത്തെ ഓപ്ഷൻ. ബാക്കി മൂന്നും അബ്സല്യൂട്ട്ലി റൈറ്റ് ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്തത്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരാൾ റെപ്പറ്റീഷനാണ്, ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. എത്ര ദിവസം സഭയിൽ പങ്കെടുക്കാതിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അംഗത്വം നഷ്ടമാകുന്നത്? സി ഓപ്ഷനാണ്, 60 ദിവസം. നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടെ വന്നേ ഉള്ളൂ. അടുത്തൊരു അസർഷൻ റീസൺ നോക്കാം. അസർഷൻ കാരണം നോക്ക്. ഇൻ എ പാർലമെന്ററി ഡെമോക്രസി പ്രസിഡന്റ് കനോട്ട് ഫംഗ്ഷൻ വിത്തൗട്ട് ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ക്യാബിനറ്റ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. പാർലമെന്ററി സംവിധാനത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ തലവനായ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിസഭയുടെ ശുപാർശകൾ അനുസരിക്കാതെ മുന്നോട്ട് പോകാൻ രാഷ്ട്രപതിക്ക് കഴിയില്ല. വാസ്തവത്തിൽ ഇൻ എ പാർലമെന്ററി ഡെമോക്രസി ദി പ്രസിഡന്റ് കനോട്ട് ഫംഗ്ഷൻ വിത്തൗട്ട് എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി ക്യാബിനറ്റ് ഹെഡഡ് ബൈ, സാധാരണ അങ്ങനെയാണല്ലോ, പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയുടെ ശുപാർശകളും ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലാതെ കനോട്ട് ഫംഗ്ഷൻ വിത്തൗട്ട് ദി എയ്ഡ്, ക്യാബിനറ്റിൻ്റെ യാതൊരു സഹായവുമില്ലാതെ പാർലമെൻ്ററി സംവിധാനത്തിൽ പ്രസിഡന്റ് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലാണെങ്കിൽ വേണ്ട, പ്രസിഡന്റിന് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. അപ്പോൾ ഇത് കറക്റ്റാണ്, ഈ അസർഷൻ കറക്റ്റാണ്. ഇൻ എ പാർലമെൻ്ററി ഡെമോക്രസി പ്രസിഡന്റ് കനോട്ട് ഫംഗ്ഷൻ വിത്തൗട്ട് ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ക്യാബിനറ്റ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. റീസൺ കഴിഞ്ഞു. അടുത്ത് നോക്കാം, നമുക്കതിൻ്റെ അസർഷൻ കഴിഞ്ഞു. ഇനി റീസണിലേക്ക് വരാം. പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് റെപ്രസെൻറ്റ് ദി ഹോൾ നാഷൻ. പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ രാജ്യത്തൊട്ടാകെ ബാധകമാണ്. കറക്റ്റാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. എ ഓപ്ഷനാണ്. ആദ്യം പറഞ്ഞത് ശരിയാണ്, രണ്ടാമത് പറഞ്ഞത് അസേർഷനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് തന്നെയാണ്. നോക്കാം, ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന നമുക്ക് തിരഞ്ഞെടുക്കണം. രാജ്യസഭയുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു, ശരിയാണ്.
ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. അല്ല, അത് ലോകസഭയാണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത്. ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു, ശരിയാണ്. രാജ്യസഭയിൽ 5 വർഷമാണ് കാലാവധി, തെറ്റാണ്. അത് ലോകസഭയ്ക്കാണ് 5 വർഷം കാലാവധി, രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. നമുക്ക് തെറ്റായതാണ് വേണ്ടത്. എത്ര തെറ്റുണ്ട്? 2ഉം 4ഉം. 2ഉം 4ഉം എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഇതാ കിടപ്പുണ്ട്, ബി ഓപ്ഷൻ. 2ഉം 4ഉം. ക്ലിയർ അല്ലേ? നോക്കൂ, ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പാൽ കുമാർ സിംഗ് ആണ്. അദ്ദേഹം കാലാവധി കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തെ വീണ്ടും നീട്ടി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ്, ഉത്പാൽ കുമാർ സിംഗ് തന്നെയാണ് ലോകസഭയുടെ സെക്രട്ടറി ജനറൽ. ലോകസഭയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞാൽ ലോകസഭാ സെക്രട്ടേറിയറ്റിൻ്റെ തലവനാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പാർലമെൻറ്റിനെ കുറിച്ചുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നന്നായി പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്നായി പഠിക്കുക. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.